ഹായ് എവരിവൺ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ശാരീരിക ബന്ധങ്ങളെ ബാധിക്കുന്ന മാനസിക രോഗങ്ങളെ കുറിച്ചിട്ടാണ്. ഇന്ന് പൊതുവെ നമുക്ക് എല്ലാവർക്കും അറിയാം, ആഫ്റ്റർ മാരേജിന് ശേഷം ഒരുപാട് ബന്ധങ്ങൾ തകരുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം മാനസിക രോഗങ്ങൾ ശാരീരിക ബന്ധങ്ങളെ ഒരുപാട് ബാധിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഈ ഒരു ടോപ്പിക് നിങ്ങളുടെ മുന്നിൽ പങ്കുവെക്കുന്നത്. ഒരു 5 തരം മാനസിക രോഗങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യത്തേത് ഡിപ്രഷൻ, അതായത് വിഷാദ രോഗം. ഈ വിഷാദ രോഗം ബാധിച്ചവർ ആഫ്റ്റർ മാരേജിന് ശേഷം ഇവർ ഈ ഡിപ്രഷൻ മൂഡിലൂടെ പോകുമ്പോൾ അവർക്ക് ഉണ്ടാവുന്നത് എന്തൊക്കെയാണെന്ന് കരുതിയാൽ മൂഡ് സ്വിങ്സ് ഉണ്ടാവാം. ഡിപ്രഷനിലൂടെ കടന്നു പോകുമ്പോൾ മൂഡ് സ്വിങ്സ് കാരണം അവർക്കൊരു താല്പര്യക്കുറവുണ്ടാവാം. അതുപോലെ തന്നെ എന്നെ കൊണ്ടൊന്നും പറ്റില്ല എന്നുള്ള തോന്നലുകൾ ഉണ്ടാവാം. അതുപോലെ തന്നെ ഷെയറിങ്, കെയറിങ്, ഫിസിക്കൽ ഇന്റിമസി ഇതെല്ലാം കുറഞ്ഞു വരുന്നതോടുകൂടി അവരുടെ ദാമ്പത്യത്തെ അത് വളരെയധികം ബാധിക്കും. ഈ ഒരു സിറ്റുവേഷനിലൂടെ നിങ്ങൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ എന്തായാലും ഉറപ്പാണ് കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് നിങ്ങളിൽ എന്തായാലും ബാധിച്ചിട്ടുണ്ടാവാം. അതുകൊണ്ട് തന്നെ ശാരീരിക ബന്ധത്തിലും ഇത് നിങ്ങളെ വളരെയധികം ബാധിക്കുന്നുമുണ്ടാവാം. അതുകൊണ്ട് തന്നെ ഒരു ഫാമിലി കൗൺസിലിങ്ങോ നല്ല ഒരു സൈക്കോളജിസ്റ്റിനെ മീറ്റ് ചെയ്ത് ഒരു ഫാമിലി കൗൺസിലിംഗ് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. രണ്ടുപേരും പരസ്പരം തുറന്നു പറഞ്ഞ് അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റ് എടുത്താൽ ഭാവിയിൽ നിങ്ങളെ മാനസിക രോഗങ്ങൾ കൊണ്ട് നിങ്ങളുടെ ശാരീരിക ബന്ധങ്ങളെ ഒരിക്കലും തകർക്കാത്ത രീതിയിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും. രണ്ടാമത് നമ്മൾ പറയുന്നത് ആങ്സൈറ്റി അല്ലെങ്കിൽ ഉത്കണ്ഠ. ആങ്സൈറ്റി എല്ലാവർക്കും അറിയാം അല്ലെ, ഒരു ഉത്കണ്ഠ, എല്ലാത്തിനോടും ഒരു ഉത്കണ്ഠ. ഇത് ദാമ്പത്യ ജീവിതത്തെ എങ്ങനെ ബാധിക്കുന്നു എന്ന് വെച്ചാൽ എപ്പോഴും എനിക്ക് അസുഖങ്ങളാണോ, എനിക്ക് അസുഖങ്ങൾ വരുമോ, എപ്പോഴും ചിന്തയാണ്. ഒരു ഭർത്താവോ അല്ലെങ്കിൽ ഭാര്യയോ അവർ പരസ്പരം സംസാരിക്കുന്ന സമയങ്ങളിൽ പോലും മനസ്സിൽ ഇങ്ങനെ ടെൻഷൻ വന്നുകൊണ്ടേയിരിക്കുക. എനിക്ക് വല്ല അസുഖവും ഉണ്ടാവോ, ഫുൾ ടൈം യൂട്യൂബ് കാണുക, സെർച്ച് ചെയ്യുക, അതുപോലെ പല പല ടെസ്റ്റുകൾ നടത്തുക, പല രോഗങ്ങളെ കുറിച്ച് വിശദീകരിച്ച് പഠിക്കുക. ഫുൾ ടൈം അങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുന്ന സമയത്ത് കൂടെയുള്ള പങ്കാളിയെ മൈൻഡ് ചെയ്യാനോ അതുപോലെ തന്നെ കൂടെയുള്ള പങ്കാളിയോട് തുറന്ന് സംസാരിക്കാനോ സമയം കിട്ടില്ല. ആങ്സൈറ്റി ഉള്ള ആളുകൾക്ക് സ്വന്തം ഉത്തരവാദിത്വത്തിൽ നിന്ന് തന്നെ, അത് ജീവിതത്തിലായിക്കോട്ടെ ദാമ്പത്യത്തിലായിക്കോട്ടെ എവിടെയാണെങ്കിലും അവർ അവരുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന് മെല്ലെ എസ്കേപ്പ് ആവാൻ ശ്രമിക്കും. ഈ ആങ്സൈറ്റി കാരണം ഉദാഹരണക്കുറവ് വരെ സംഭവിക്കാം. അതുകൊണ്ട് തന്നെ നമ്മുടെ തൊട്ടടുത്തുള്ള ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെയോ ഒരു കൗൺസിലറെയോ കണ്ട് നിങ്ങളുടെ കാര്യങ്ങൾ അവരോട് ഷെയർ ചെയ്ത് അതിന് വേണ്ട ട്രീറ്റ്മെന്റ് ഇന്ന് എടുത്ത് നിങ്ങളുടെ ലൈഫിനെ നല്ല രീതിയിൽ ഫോക്കസ് ചെയ്യുക. മൂന്നാമത് പറയുന്നത് ബൈപോളാർ ഡിസോർഡർ, അതായത് ചില സമയങ്ങളിൽ ഭയങ്കരമായ ഉന്മാദവും എന്നാൽ ചില സമയങ്ങളിൽ ഭയങ്കര വിഷമവുമുള്ള ഒരു പ്രത്യേക തരം സ്വഭാവ രീതി. ഉന്മാദമുള്ള സമയത്ത് ഹൈപ്പർ ലെവലിൽ ശാരീരികമായി ബന്ധപ്പെടാനുള്ള താല്പര്യം കൂടുതലാണ് അവർ കാണിക്കുന്നത്. എന്നാൽ വിഷാദമായ സമയത്ത്, ഒരു സമയം അവർക്ക് വിഷാദമാണെങ്കിൽ ആ സമയത്ത് ഒട്ടും താല്പര്യമില്ലായ്മ കാണിക്കും. ഇത് ചില പങ്കാളികൾക്ക് മനസ്സിലാകണമെന്നില്ല. ഒരു കപ്പിൾസ്, അതായത് ഒരു ഭാര്യയോ ഭർത്താവോ, ഇവരിൽ ആർക്കെങ്കിലും ഈ ഒരു ബൈപോളാർ ഡിസോർഡർ ഉണ്ടെങ്കിൽ ഒരു വ്യക്തിക്ക് അത് മനസ്സിലാകണമെന്നില്ല. പക്ഷെ അവിടെ തെറ്റിദ്ധരിക്കപ്പെടുന്നത് ആ നേരെ തിരിച്ചുള്ള കപ്പിളായിരിക്കും. കാരണം അവർക്കറിയില്ല, അവർ ചിന്തിക്കുന്നത് എന്നോട് സ്നേഹമുണ്ട്, അതുകൊണ്ട് ഇന്ന് എന്റെ അടുത്ത് വന്നു, കുറച്ചു കഴിഞ്ഞ് എന്റെ അടുത്ത് വരുന്നില്ല, അപ്പൊ എനിക്ക് എന്തെങ്കിലും കുറവുണ്ടോ എന്നുള്ള ചോദ്യങ്ങൾ ഈ തിരിച്ചുള്ള കപ്പിളിന് എപ്പോഴും വന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കപ്പിളിനോട് ഷെയർ ചെയ്യുക, നിങ്ങളുടെ പേരിനോട് നിങ്ങൾ ഷെയർ ചെയ്യുക. വൈഫോ ഹസ്ബൻഡോ ആയിക്കോട്ടെ, എനിക്ക് ഇങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്, ചില നേരത്തെ എനിക്ക് ഭയങ്കര ഹാപ്പിയാണ്, പക്ഷെ ചില നേരത്തെ എനിക്ക് ഒട്ടും പറ്റുന്നില്ല എന്നുള്ള കാര്യം വളരെ നല്ല രീതിയിൽ അവരോട് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. ഇങ്ങനെയുള്ളവർക്ക് മൂഡ് സ്വിങ്സ് വളരെയധികം വരും. ഈ മൂഡ് സ്വിങ്സും കൺഫ്യൂഷൻസും ഒക്കെ വരുന്നതിനനുസരിച്ച് പരസ്പരം മനസ്സിലാക്കാതെ തന്നെ രണ്ടുപേരും രണ്ട് വഴിയിലേക്ക് സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ വ്യക്തമായിട്ട് ഇന്ന് പല വീഡിയോകളിലായിക്കോട്ടെ പല കാര്യങ്ങളിലായിക്കോട്ടെ ഇന്ന് വളരെ നല്ല രീതിയിൽ നിങ്ങളുടെ മുന്നിലുണ്ട്. എന്തൊക്കെയാണ് ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ഏതൊക്കെയാണ് വിഷാദ രോഗങ്ങൾ അല്ലെങ്കിൽ ഏതൊക്കെയാണ് മാനസിക രോഗങ്ങൾ, ഇതിനൊക്കെ എങ്ങനെയൊക്കെ ട്രീറ്റ്മെന്റ് എടുക്കാം എന്നുള്ളത് ഇന്ന് നമ്മുടെ വിരൽത്തുമ്പിൽ തന്നെയുണ്ട്. താല്പര്യക്കൂടുതലും എന്നാൽ ചില നേരത്തുള്ള താല്പര്യക്കുറവും കാരണം രണ്ടുപേരും തമ്മിൽ സെപ്പറേഷൻ ഉണ്ടാവാനുള്ള സാധ്യത വരെ ഇതിൽ നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ഒരു ഫിസിക്കൽ ഇന്റിമസി ഇല്ല, നിങ്ങൾ തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായും എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഒരു സൈക്കോളജിസ്റ്റിനെ
കാണേണ്ടതുണ്ട്. ഫോർത്ത് വൺ എന്ന് പറയുന്നത് സൈക്കോട്ടിക് ഫീച്ചേഴ്സ് മൂലമുണ്ടാകുന്ന അസുഖങ്ങളാണ്. അതായത് ഇതിന്റെ പ്രധാന ലക്ഷണം എന്ന് പറയുന്നത് ഇവർക്ക് ഹലൂസിനേഷൻ ആൻഡ് ഡെലൂഷൻസ് ഉണ്ടാവും. ഇത് കാരണം തന്നെ ഇവർക്ക് പരസ്പരം മനസ്സിലാക്കാനോ പരസ്പരം തുറന്നു സംസാരിക്കാനോ ഒന്നും കഴിയില്ല. എപ്പോഴും ഹലൂസിനേഷൻ ആൻഡ് ഡെലൂഷൻസ് ഒക്കെ ഇവർക്ക് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഒരുമിച്ച് ഭക്ഷണം കഴിക്കില്ല, ഒരുമിച്ച് കിടക്കില്ല, ഒരു രീതിയിലും ഇവർ ഭാര്യ ഭർത്താവ് എന്ന രീതിയിൽ അവർ തമ്മിലൊരു ബന്ധപ്പെടൽ ഉണ്ടാവില്ല, ശാരീരികമായ ബന്ധങ്ങൾ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഇവരുടെ ജീവിതത്തിൽ പല വിള്ളലുകളും സംഭവിക്കാം. ഫിഫ്ത് വൺ എന്ന് പറയുന്നത് OCD, അതായത് വസ്വാസ്, അറുപ്പ് കൂടുതൽ, വെറുപ്പ് കൂടുതൽ, അതുപോലെ തന്നെ ഭയങ്കരമായ വൃത്തി. ഇങ്ങനെയുള്ളവർക്ക് ലൈഫില് ഇപ്പോ ദാമ്പത്യ ജീവിതത്തിൽ അല്ലെങ്കിൽ അവരുടെ ശാരീരിക ബന്ധത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ സംഭവിക്കും. OCD എന്നുള്ള ഒരു കാര്യം ഉള്ളത് കൊണ്ട് ഒരു കപ്പിൾ എന്നെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. ആ കപ്പിൾ പറഞ്ഞൊരു കാര്യമാണ്, പ്രത്യേകിച്ച് ഹസ്ബൻഡാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. ഞാൻ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് ഭയങ്കര ഹാപ്പി ആയിട്ട് വരുമ്പോ എൻ്റെ വൈഫ് ഷവർ ചെയ്യാൻ പോവും. ഞാൻ വെയിറ്റ് ചെയ്ത് ഒരുപാട് വെയിറ്റ് ചെയ്യും. ഞാൻ ഉറങ്ങിപ്പോയതിനു ശേഷം മാത്രമേ അവള് കുളി കഴിഞ്ഞു വരുള്ളൂ. ഭയങ്കരമായ വൃത്തിയാണ്, എപ്പോഴും വൃത്തിയാക്കിക്കൊണ്ടേയിരിക്കും. പക്ഷെ അത് ഞങ്ങളുടെ ശാരീരിക ബന്ധത്തിൽ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. ഞാൻ ഫ്രീ ആയി, ഞാൻ ഹാപ്പി ആയി വരുന്ന സമയത്ത് അവൾ ഫ്രീ ആയിരിക്കണമെന്നില്ല, അവൾ എപ്പോഴും ഷവർ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഇങ്ങനെയുള്ള ചില വൃത്തി കൂടുതൽ കൊണ്ടുള്ള ചില കാര്യങ്ങൾ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ, ഈ OCD സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഒരു സൈക്കോളജിസ്റ്റിനെ പോയി കണ്ട് അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റ് എടുക്കുക. കാരണം രണ്ടു പേരുടെയും ജീവിതത്തിൽ ഒരു ഹാപ്പിനെസ് നഷ്ടമാവാനുള്ള സാധ്യതയുണ്ട്. ഇപ്പൊ ഒരാൾ കുളിച്ചുകൊണ്ടേയിരിക്കുകയാണ്, മറ്റാൾ വെയിറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയത്ത് ആ വ്യക്തിക്ക് ഉറക്കം വന്ന് ആ വ്യക്തി ഉറങ്ങിപ്പോയി കഴിഞ്ഞ് വൈഫ് പറയുന്ന ഒരു പരാതി എന്താ, എന്റെ ഹസ്ബൻഡിന് എന്നെ വേണ്ട, ഞാൻ വരുമ്പോഴേക്കും എന്റെ ഹസ്ബൻഡ് ഉറങ്ങുകയാണ്. പക്ഷെ ഹസ്ബൻഡ് പറയുന്നത് എന്താ, ഞാൻ അവളെ വെയിറ്റ് ചെയ്ത് ഞാൻ ഉറങ്ങുകയാണ്. അപ്പൊ രണ്ടു പേര് നോക്കുമ്പോഴും രണ്ടു പേരുടെയും റേറ്റ് ഉള്ളത്, വൈഫിന്റെ റേറ്റ് ഞാൻ ഷവർ ചെയ്ത് വരുമ്പോഴേക്കും ഹസ്ബൻഡ് ഉറങ്ങുന്നു, ഹസ്ബൻഡിന്റെ റേറ്റ് എന്ന് പറയുന്ന അവളെ ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുന്നു. അപ്പോ ഇതൊരു OCD ആണെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ നിങ്ങൾ അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റിലേക്ക് മൂവ് ചെയ്യുക. ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരുപാട് സൈക്കോളജിസ്റ്റ് ആൻഡ് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് കൗൺസിലേഴ്സ് ഒക്കെ ഇന്ന് നിങ്ങളുടെ മുന്നിൽ ധാരാളമുണ്ട്. ഇനി നമ്മുടെ ജീവിതത്തിൽ ഈ വിഷാദ രോഗങ്ങൾ, ഡിപ്രഷൻ, ആങ്സൈറ്റി, ബൈപോളാർ ഡിസോർഡർ, സൈക്കോട്ടിക് ഫീച്ചേഴ്സ്, അതുപോലെ തന്നെ ഈ OCD എന്ന് പറയുന്ന മാനസിക രോഗങ്ങൾ നിങ്ങളെ ശാരീരിക ബന്ധങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടെങ്കിൽ, അത് നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടായി വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ട്രീറ്റ്മെന്റ് എടുക്കുക. അതുപോലെ തന്നെ നല്ലൊരു കൗൺസിലറെ പോയി കാണുക. നിങ്ങൾക്ക് എല്ലാവർക്കും ജീവിതത്തിൽ ഭയങ്കരമായ ഹാപ്പിനെസ് ഉണ്ടാവട്ടെ. ഈ ഒരു ടോപ്പിക് നിങ്ങൾക്ക് വളരെ വ്യക്തമായി മനസ്സിലായി എന്ന് കരുതുന്നു. കൂടുതൽ വീഡിയോകളുമായി അടുത്ത സെക്ഷനിൽ നമുക്ക് കാണാം. അതുവരേക്കും ഏവർക്കും നന്ദി. താങ്ക് യു.